അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയ്യിന മുഹമ്മദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വഅൻഫിഅനാ മാ അല്ലംതനാ വസിദ്നാ ഇൽമ. പ്രിയമുള്ള പഠിതാക്കളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താലും തൗഫീഖിനാലും ഡോക്ടർ വി അബ്ദുറഹീം റഹിമഹുല്ലയുടെ ദുറൂസുൽ ലുഗത്തിൽ അറബിയ ലിഗൈരി നാതിഖീന ബിഹ എന്ന ടെക്സ്റ്റിലെ 3-ാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പുതിയ ഒരു ഭാഷയുടെ പുതിയ ചില പ്രയോഗങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് ഈ പാഠഭാഗം നമുക്ക് വെളിച്ചം നൽകുന്നുണ്ട്. അള്ളാഹു കാര്യങ്ങൾ നമുക്ക് എളുപ്പമാക്കി തെരുമാറാവട്ടെ. ആദ്യമായി നേരത്തെ നമ്മൾ ചെയ്യാറുള്ളത് പോലെ തന്നെ ഒന്ന് ഈ പാഠഭാഗം വായിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുന്നുണ്ട് എന്ന ഒരു പ്രതീക്ഷയോടുകൂടി. ബിസ്മില്ലാ. അദ്ദർസു സാലിസ്. അദ്ദർസു സാലിസു. ബൈത്തുൻ അൽ ബൈത്തു. ഖലമുൻ അൽ ഖലമു. കിതാബുൻ അൽ കിതാബു. ജമലുൻ അൽ ജമലു. അടുത്തത് അൽ ഖലമു മക്സൂറുൻ. അൽ ഖലമു മക്സൂറുൻ. അൽ ഖലമു മക്സൂറുൻ. അൽ ബാബു മഫ്തൂഹുൻ. അൽ ബാബു മഫ്തൂഹുൻ. ഒന്നും കൂടെ വലിയൊരു സെൻറ്റൻസ്. അൽ വലദു ജാലിസുൻ വൽ മുദർരിസു വാഖിഫുൻ. അൽ വലദു ജാലിസുൻ വൽ മുദർരിസു വാഖിഫുൻ. അടുത്തത് അൽ കിതാബു ജദീദുൻ. അൽ കിതാബു ജദീദുൻ വൽ ഖലമു ഖദീമുൻ. 2 അൽ ഹിമാറു സഗീറുൻ വൽ ഹിസാനു കബീറുൻ. 3 അൽ കുർസിയു മക്സൂറുൻ. 4 അൽ മിന്ദീലു വസിഖുൻ. അൽ മാഉ ബാരിദുൻ. 6 അൽ ഖമറു ജമീലുൻ. 7 അൽ ബൈത്തു ഖരീബുൻ വൽ മസ്ജിദു ബഈദുൻ. 8 അൽ ഹജറു സഖീലുൻ വൽ വറഖു ഖഫീഫുൻ. 9 അൽ ലബനു ഹാറുൻ. 10 അൽ ഖമീസു നദീഫുൻ. ഇത്രയും പാഠഭാഗങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു. ആവർത്തിച്ച് കേൾക്കുക. വായന ശരിയായ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക. ഇനി നമുക്ക് ഈ ഒരു പാഠഭാഗത്തിലൂടെ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഭാഷയുടെ പുതിയ ഭാഗങ്ങൾ അഥവാ നമ്മൾ പഠിക്കേണ്ടതായ മനസ്സിലാക്കേണ്ടതായ അടുത്ത ഒരു സ്റ്റെപ്പിലേക്കാണ് ഷെയ്ഖ് നമ്മെ കൊണ്ടുപോകുന്നത്. നോക്കൂ, നമ്മൾ ഇതിൽ നമുക്കിനി ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ, ഓരോ വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളും അതിലെ പുതിയ പ്രയോഗങ്ങളുമാണ്. ഒന്നാമത്തേത് അദ്ദർസു സാലിസു, 3-ാമത്തെ ചാപ്റ്റർ. അതിൻ്റെ വിഷയങ്ങൾ അഥവാ അതിൻ്റെ വ്യാകരണപരമായ ഭാഗങ്ങളൊന്നും നമ്മൾ വിശദീകരിക്കുന്നില്ല. സമയമാകുമ്പോൾ അതൊക്കെ നമ്മൾ പഠിക്കും. ഈ ടെക്സ്റ്റിലൂടെ തന്നെ ഇൻഷാ അല്ലാഹ് അതിനൊക്കെയുള്ള അവസരങ്ങളുണ്ട്. ശരി, ബൈത്തുൻ എന്തായിരുന്നു അതിൻ്റെ അർത്ഥം? നമ്മൾ പഠിച്ചതാണ് 1-ാമത്തെ ചാപ്റ്ററിൽ. ബൈത്തുൻ
എ ഹൗസ് അല്ലേ, ഒരു വീട്. അതാണ് അതിൻ്റെ അർത്ഥം, ഒരു വീട്. രണ്ടാമത്തേത് അതിൻ്റെ നേരെ തന്നെ കൊടുത്തത് നോക്കൂ, അൽ ബൈത്തു. അൽ ബൈത്തു. ഇവിടെ നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബൈത്തുൻ എന്ന് എഴുതിയപ്പോൾ അതിൻ്റെ അവസാനം ബൈത്തുൻ കണ്ടില്ലേ, 2 ലൊമ്മിനെ കൊടുത്തിരിക്കുന്നു ബൈത്തുൻ എന്നതിന് വേണ്ടി. അതിലേക്ക് അലിഫും ലാമും കൂടെ ചേർത്ത് അൽ എന്ന് ചേർത്ത് എഴുതിയപ്പോൾ അൽ അൽ ബൈ തു. ഇവിടെ ഒന്നുകൂടെ നോക്കുക, നമ്മൾ ബൈത്തുൻ എന്ന് എഴുതിയപ്പോൾ ഇവിടെ 2 ലൊമ്മ് അഥവാ ഊകാരം ലഭിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അടയാളത്തിനാണെന്ത് പറയുക, ലൊമ്മ് എന്ന് നമ്മൾ പറയാം. ഇതിന് ലൊമ്മ്, അത് 2 കൊടുത്തു അല്ലേ, 2 ലൊമ്മ് കൊടുത്തു, 2 ലൊമ്മ് ബൈത്തുൻ. എന്നാൽ ബൈത്തുൻ എന്നതിലേക്ക് അൽ എന്നതിനെ ചേർത്തപ്പോഴോ ഇവിടെ അൽ ബൈത്തു എന്ന് കൊടുത്തപ്പോൾ അവസാനം വന്ന 2 ലൊമ്മിൽ നിന്ന് ഒന്നിനെ കട്ട് ചെയ്തു, അൽ ബൈത്തു എന്നാണ് പറയുന്നത്. ഒന്നും കൂടെ ശ്രദ്ധിക്കുക, ബൈത്തുൻ എന്ന് പറയുമ്പോൾ അവസാനം ഒരു എൻ എന്നത് എന്ത് ചെയ്യുന്നുണ്ട്, ഉച്ചാരണത്തിൽ വരുന്നു. എന്നാൽ അൽ ബൈത്തു എന്ന് പറയുമ്പോൾ അലിഫും ലാമും കൂടെ ചേർത്ത് വന്നപ്പോൾ അവിടെ അൽ ബൈത്തു എന്ന് മാത്രമാണ്, അവിടെ ആ എൻ എന്നുള്ള ആ ഉച്ചാരണം അപ്രത്യക്ഷമാകുന്നു. ഇതാണ് പ്രത്യേകമായി ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം. ഇനി അടുത്തത് അതേപോലെ ഒന്ന് വായിച്ചു നോക്കൂ, ഖലമുൻ. ഖലമുൻ അതിലേക്ക് അൽ എന്ന് ചേർത്തു, അൽ ഖലമു. മൂന്നാമത്തേത് കിതാബുൻ, അൽ കിതാബു, അൽ കിതാബു. അതുപോലെ ജമലുൻ, അൽ ജമലു, ജമലുൻ, അൽ ജമലു. അപ്പോൾ ഈ ഒരു വാക്കുകളിൽ ഇവിടെ വന്ന ബൈത്തുൻ എന്നിവിടെ 2 ലൊമ്മുണ്ട് എന്ന് മനസ്സിലാക്കുക. എന്നാൽ അൽ എന്നത് വന്നപ്പോൾ ആ 2 ലൊമ്മിനെ ഒഴിവാക്കി ഒറ്റ ലൊമ്മേ അവിടെ വരുന്നുള്ളൂ. അതുപോലെ ഖലമുൻ എന്നതിൽ ഇവിടെ അവസാന ഭാഗത്ത് 2 ഖലമുൻ, എൻ എന്ന ഉച്ചാരണം വരുന്ന രൂപത്തിൽ 2 ഡബിള് ലൊമ്മു തൻവീൻ, ലൊമ്മു തൻവീൻ അഥവാ 2 ലൊമ്മിനെ കാണാം. പക്ഷേ അൽ വന്നപ്പോൾ അവിടെ ഒന്നായിട്ട് മാറി. ഇതെല്ലാ ഇടങ്ങളിലും കാണാം. കിതാബുൻ എന്നിടത്ത് ഡബിൾ ലൊമ്മുണ്ട്, ജമലുൻ എന്നിടത്തുണ്ട്. പക്ഷേ അൽ എന്നത് അതിലേക്ക് ചേർക്കുമ്പോൾ ആ തൻവീൻ എന്ത് ചെയ്യുന്നു, അപ്രത്യക്ഷമാകുന്നു. അഥവാ 2 ലൊമ്മിനെ ഒഴിവാക്കി ഒറ്റ ലൊമ്മായി വരുന്നു. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി നമുക്കിതിൻ്റെ അർത്ഥങ്ങളിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോകുന്നത്. ബൈത്തുൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഒരു വീട്. അൽ ബൈത്തു എന്ന് പറഞ്ഞാലോ അവിടെ അതിനെ ഒന്ന് ഡെഫിനിറ്റിക്കായിട്ട്, അഥവാ അത് പറയുമ്പോൾ അൽ ബൈത്തു എന്ന് പറയുമ്പോൾ ആ പറയുന്ന വ്യക്തിയുടെ മനസ്സിൽ ഏതാണ് ആ വീട് എന്ന ഒരു ചിന്ത അവൻ്റെ മനസ്സിലുണ്ട്. ബൈത്തുൻ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു വീട് എന്നതാണ് അതിൻ്റെ അർത്ഥം, ഏതോ ഒരു വീട്, ഒരു വീട്. അൽ ബൈത്തു പറഞ്ഞാൽ ആ വീട് എന്ന് പറഞ്ഞാൽ ആ ഉദ്ദേശിക്കുന്ന ആ ഒരു വീട്. ഖലമുൻ, എ പെൻ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ അൽ ഖലമു എന്ന് പറഞ്ഞാലോ ദ പെൻ അല്ലെങ്കിൽ ദി പെൻ. കിതാബുൻ എന്ന് പറഞ്ഞാൽ എ ബുക്ക്, അൽ കിതാബു ആ ബുക്ക്. അൽ കിതാബു എന്ന് പറഞ്ഞാൽ ആ പറയുന്ന വ്യക്തിയുടെ മനസ്സിലുള്ള ആ ഒരു ബുക്ക്, അതാണ് അൽ കിതാബു. അതിനെന്ത് ചെയ്യണമെന്ന് താരീഫ് ചെയ്യുകയാണ്, അതിനൊന്ന് സ്പെസിഫൈ ചെയ്തുകൊണ്ട് പറയാൻ ഇന്നതാണത് ഉദ്ദേശിക്കുന്നത് എന്ന ഒരു ചിന്തയോട് കൂടിയാണ്. ഏതോ ഒരു ബുക്കല്ല, ആ ബുക്ക്. ജമലുൻ, ഒട്ടകം. അൽ ജമലു, ആ ഒട്ടകം എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന വ്യക്തിയുടെ മനസ്സിൽ ഏതാണ് ആ ഒട്ടകം എന്നതിനെ പറ്റിയിട്ട് ഒരു ചിന്തയുണ്ട്. ശരി, ഇനി അടുത്തതിലേക്ക് വരൂ. അൽ ഖലമു മക്സൂറുൻ,
അൽ ഖലമു മക്സൂറുൻ. ഇതിൻ്റെ അർത്ഥം നമ്മൾ പുതിയൊരു സെൻറ്റൻസ് ഉണ്ടാക്കാൻ ഇവിടെ പഠിക്കാൻ. അൽ ഖലമു ദ പെൻ മക്സൂറുൻ അത് പൊട്ടിയതാണ്, പേന പൊട്ടിയതാണ്. അപ്പോൾ പേന പൊട്ടിയതാണ്. അൽ ഖലം ദ പെൻ ഈസ് ബ്രോക്കൺ, അതാണ് അതിൻ്റെ അർത്ഥം. ദ പെൻ ഈസ് ബ്രോക്കൺ, പേന പൊട്ടിയതാണ്, പേന പൊട്ടിയതാണ്. അടുത്ത് നോക്കൂ, അൽ ബാബു മഫ്തൂഹൻ. അൽ ബാബു മഫ്തൂഹൻ, വാതിൽ. ദ ഡോർ ഈസ് ഓപ്പൺ, വാതിൽ തുറന്നു വച്ചിരിക്കുകയാണ്, ഓപ്പൺ ആണ് എന്നർത്ഥം. വാതിൽ തുറന്നു വച്ചിരിക്കുകയാണ്. അൽ ബാബു മഫ്തൂഹുൻ. അടുത്തത് അൽ വലതു ജാലിസുൻ. അൽ വലതു ജാലിസുൻ, ദ ബോയ് ഈസ് സിറ്റിംഗ്, കുട്ടി ഇരിക്കുകയാണ്, കുട്ടി ഇരിക്കുകയാണ്. വലത് പറഞ്ഞാൽ കുട്ടി, കുട്ടി ഇരിക്കുകയാണ്. വൽ മുദർരിസു വാഖിഫുൻ, ടീച്ചർ അധ്യാപകൻ നിൽക്കുകയുമാണ്. അപ്പോൾ മുഴുവനായിട്ടുള്ള അർത്ഥം കുട്ടി ഇരിക്കുകയാണ്, അധ്യാപകൻ നിൽക്കുകയുമാണ്. കുട്ടി ഇരിക്കുകയാണ്, അധ്യാപകൻ നിൽക്കുകയുമാണ്. അൽ വലതു ജാലിസുൻ, ദ ബോയ് ഈസ് സിറ്റിംഗ്, വൽ മുദർരിസു വാഖിഫുൻ ആൻഡ് ദ ടീച്ചർ ഈസ് സ്റ്റാൻഡിങ്. ഇനി അതിൽ കൊടുത്തിരിക്കുന്ന ഒന്നും കൂടെ ചേർത്ത് സെൻറ്റൻസുകൾ, വലിയ സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ സഹായിക്കുകയാണ്, നമ്മെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ് അല്ലേ. അൽ കിതാബു ജദീദുൻ വൽ ഖലമു ഖദീമുൻ. എന്തായിരിക്കും അർത്ഥം? നേരത്തെ നമ്മൾ പഠിച്ചു അല്ലേ. അൽ കിതാബു പുസ്തകം, ജദീദുൻ പുതിയതാണ്, വൽ ഖലമു ഖദീമുൻ പേന പഴയതുമാണ്. പുസ്തകം പുതിയതും പേന പഴയതുമാണ്. ദ ബുക്ക് ഈസ് ന്യൂ ആൻഡ് ദ പെൻ ഈസ് ഓൾഡ്. പുസ്തകം പുതിയതാണ്, പേന പഴയതുമാണ്. രണ്ടാമത്തേത് അൽ ഹിമാറു സഗീറുൻ വൽ ഹിസാനു കബീറുൻ. അൽ ഹിമാറു സഗീറുൻ, കഴുത ചെറുതാണ്. ദ ഡോങ്കി ഈസ് സ്മോൾ, കഴുത ചെറുതാണ്. വൽ ഹിസാനു കബീറുൻ, കുതിരയാകട്ടെ കുതിര വലുതുമാകുന്നു. അൽ കുർസിയു മക്സൂറുൻ, എന്തായിരിക്കും അർത്ഥം? നേരത്തെ പഠിച്ച വാക്കുകളാണ് അൽ കുർസി. അൽ കുർസിയു മക്സൂറുൻ, ദ ചെയർ ഈസ് ബ്രോക്കൺ, കസേര പൊട്ടിയതാണ്. 4 അൽ മിന്ദീലു വസിഹുൻ. മിന്ദീൽ ഹാൻഡ് കർച്ചീഫ്. എന്താണ് അൽ മിന്ദീൽ? കർച്ചീഫിനാണെന്ന് പറയുക, തൂവാലയ്ക്കാണെന്ന് പറയുക, മിന്ദീൽ എന്ന് പറയുക. അപ്പോൾ ദ ഹാൻഡ് കർച്ചീഫ് ഈസ് ഡേർട്ടി. വസിഹുൻ മലിനമാണ്, മലിനമായതാണ്, അഴുക്ക് പുരണ്ടതാണ്. അതാണ് അൽ മിന്ദീലു വസിഹുൻ, കർച്ചീഫ് അഴുക്ക് പുരണ്ടതാണ്. 5 അൽ മാ ഉ ബാരിദുൻ, വെള്ളം തണുത്തതാണ്, വെള്ളം തണുത്തതാണ്. 6 അൽ ഖമറു ജമീലുൻ, ചന്ദ്രൻ ഭംഗിയുള്ളതാണ്, ചന്ദ്രൻ ഭംഗിയുള്ളതാണ്. അൽ ഖമറു ജമീലുൻ. അൽ ബൈത്തു ഖരീബുൻ വൽ മസ്ജിദു ബഈദുൻ. അൽ ബൈത്തു ഖരീബുൻ, വീട് നിയർ അടുത്താണ്. വൽ മസ്ജിദു ബഈദുൻ, പള്ളി ദൂരെയാണ്. ഖരീബുൻ അടുത്ത്, ബഈദുൻ ദൂരെ. അൽ ബൈത്തു ഖരീബുൻ വൽ മസ്ജിദു ബഈദുൻ. 8 അൽ ഹജറു സഖീലുൻ, ദ സ്റ്റോൺ ഈസ് ഹെവി. സഖീൽ യാനി ഖനമുള്ളത്, ഹെവിയാണ്, വെയ്റ്റുള്ളതാണ്. സഖീൽ അൽ ഹജറു സഖീലുൻ വൽ വറഖു ഖഫീഫുൻ. ഖഫീഫ് ലൈറ്റ്, പേപ്പർ അത് വെയ്റ്റ്ലെസ് ആണ്, ഖനമില്ലാത്തതാണ്. ദ സ്റ്റോൺ ഈസ് ഹെവി ആൻഡ് ദ പേപ്പർ ഈസ് ലൈറ്റ്. ഖഫീഫ് എന്നാൽ ഖനമില്ലാത്തത്. 9 അല്ലബനു ഹാറുൻ. അല്ലബനു ഹാറുൻ, ദ മിൽക്ക് ഈസ് പാല്. ഹാറുൻ അതെന്താണ്? ചൂടുള്ളതാണ്. ഹാറുൻ ചൂടുള്ളതാണ്, പാല് ചൂടുള്ളതാണ്. അൽ ഖമീസു നദീഫുൻ, ഷർട്ട് കുപ്പായം. നദീഫുൻ വൃത്തിയുള്ളതാണ്.
പ്രിയമുള്ളവരെ, ഇതിലൂടെ ഈ ഒരു അധ്യായത്തിലൂടെ നമ്മൾ പഠിച്ച കാര്യങ്ങളിലേക്ക് ഒന്നും കൂടെ വരാം. ഒന്ന്, നേരത്തെ നമ്മൾ പഠിച്ച കുറേ വാക്കുകൾ, അതിലെന്ത് വന്നിട്ടുണ്ട്? പല വാക്കുകൾ നമ്മൾ പഠിച്ചു. മിഫ്താഹുൻ, ഖലമുൻ, കിതാബുൻ, സരീറുൻ തുടങ്ങിയിട്ടുള്ളതൊക്കെ പഠിച്ചു. കിതാബുൻ എന്ന് പറഞ്ഞാൽ എ ബുക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? കുറേ വാക്കുകൾ. സരീറുൻ എ ബെഡ്, അതുപോലെ മിഫ്താഹുൻ എ കീ, ഒരു കീ, ഒരു ബുക്ക് എന്നിങ്ങനെയൊക്കെ നമ്മൾ പറയാൻ പഠിച്ചു. എങ്കിൽ ഇവിടെ അതിലേക്ക് അൽ എന്നതിനെ ചേർത്ത് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ, അൽ എന്ന് ചേർക്കുമ്പോൾ അതിൻ്റെ അർത്ഥവ്യത്യാസം വരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ആ വാക്കിൻ്റെ തെൻവീനിനെ അത് ഒഴിവാക്കുകയും ചെയ്യുന്നുണ്ട് എന്ന ഭാഗമാണ് ആദ്യമായി ഉസ്താദ് ഡോക്ടർ അബ്ദുറഹീം റഹിമഹുല്ല ഇതിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. രണ്ടാമത്, ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു സെൻറ്റൻസിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ ചില ശൈലികളുമാണ് ഇതിലൂടെ അദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇൻഷാ അല്ലാഹ് വിശദമായി തംരീനിലൂടെ നമുക്ക് ഈ പാഠഭാഗത്തെ അടുത്തറിയാം. ആവർത്തിച്ച് വായിക്കുകയും ആവശ്യമായ കാര്യങ്ങൾ നോട്ട് ചെയ്യുകയും ചെയ്യുക. അള്ളാഹു നമുക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.